ഓം നമ ശിവായ. ഭഗവാൻ പരമശിവൻ ലിംഗരൂപിയാണ്. അതിൻ്റെ അർത്ഥം അദൃശ്യരൂപിയെന്നാണ്. എന്നാൽ പ്രതിമാരൂപത്തിൽ പൂജകൾ ചെയ്താലും ഭഗവാൻ സന്തോഷിക്കും. ബ്രഹ്മസ്വരൂപിയായതുകൊണ്ട് ഭഗവാൻ അദൃശ്യനാണ്. പല രൂപത്തിലും കാണുന്നതുകൊണ്ട് ശിവൻ രൂപമുള്ളവനുമാണ്. മംഗളരൂപിയായ ഭഗവാന് ബ്രഹ്മത്വവും മറ്റ് ദേവന്മാർക്ക് ജീവത്വവും നിലനിൽക്കുന്നു. പണ്ട് ബ്രഹ്മാവും വിഷ്ണുവും പരസ്പരം യുദ്ധം ചെയ്തു. ആരാണ് തമ്മിൽ ശ്രേഷ്ഠനെന്നായിരുന്നു യുദ്ധത്തിനുള്ള കാരണം. അവർ പരസ്പരം പാശുപതാസ്ത്രങ്ങൾ എയ്തപ്പോൾ ലോകം മുഴുവൻ നശിക്കാറായപ്പോൾ മറ്റ് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ചും ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയും ഭഗവാൻ പരമശിവൻ ഒരു അഗ്നിലിംഗമായി അവിടെ എത്തി എല്ലാം വിഴുങ്ങി. അപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും വളരെ അതിശയിച്ചു. അനന്തമായ ആ തീഗോളത്തിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ അവർ രണ്ടുപേരും ശ്രമിച്ചു. ബ്രഹ്മാവ് അരയന്ന രൂപത്തിൽ മേൽപോട്ടും മഹാവിഷ്ണു പന്നി രൂപത്തിൽ താഴോട്ടും പോയെങ്കിലും അവർ നിരാശരായി മടങ്ങി. അറ്റം കാണാൻ കഴിഞ്ഞില്ലെന്ന് മഹാവിഷ്ണു സത്യം പറഞ്ഞു. എന്നാൽ സ്തംഭത്തിൻ്റെ മുകൾ ഭാഗം താൻ കണ്ടെന്ന് ബ്രഹ്മാവ് കളവ് പറഞ്ഞു. കൈതപ്പൂവ് ബ്രഹ്മാവിനു വേണ്ടി കള്ളസാക്ഷി പറഞ്ഞു. ഭഗവാന്റെ മൂന്നാം കണ്ണിൽ നിന്നും ഉദ്ഭവിച്ച ഭൈരവൻ ബ്രഹ്മാവിൻ്റെ കളവ് പറഞ്ഞ തല നുള്ളിക്കളഞ്ഞു. അങ്ങനെ 5 മുഖങ്ങളുണ്ടായിരുന്ന ബ്രഹ്മാവ് നാൻമുഖനായി മാറി. ആ നുള്ളിയെടുത്ത തലയോട്ടിയാണ് ഭഗവാന്റെ കയ്യിലെ ബ്രഹ്മകപാലം. കള്ളസാക്ഷി പറഞ്ഞ കൈതപ്പൂവിനെ മേലിൽ ആരും പൂജയ്ക്കെടുക്കില്ലെന്ന് ഭഗവാൻ ശപിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ആരും കൈതപ്പൂവിനെ പൂജയ്ക്കെടുക്കാറില്ല. സത്യം പറഞ്ഞ മഹാവിഷ്ണുവിനെ തന്നെ പൂജിക്കുന്നതുപോലെ എല്ലാവരും പൂജിക്കുമെന്ന് ഭഗവാൻ ആശീർവദിക്കുകയും അവർ പരസ്പരം മിത്രങ്ങളാവുകയും ചെയ്തു. ഭൂലോകത്തിൽ ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ, പൂജ, ഉത്സവം തുടങ്ങിയവയൊന്നും ഉണ്ടാവുകയില്ലെന്ന് ഭഗവാൻ ബ്രഹ്മാവിനെ ശപിച്ചു. ബ്രഹ്മാവ് മാപ്പ് ചോദിച്ചപ്പോൾ ലോകം നശിക്കാൻ തുടങ്ങുന്ന അവസരങ്ങളിൽ ലോകത്തെ രക്ഷിക്കാൻ സൃഷ്ടി നടത്താൻ ഭഗവാൻ ബ്രഹ്മാവിനെ ചുമതലപ്പെടുത്തി. അന്നുണ്ടാകുന്ന ഹോമങ്ങളിൽ ഗുരു ബ്രഹ്മാവായിരിക്കുമെന്നും ഭഗവാൻ പറഞ്ഞു. കൈതപ്പൂവിനും ഭഗവാൻ ചെറിയൊരു ഇളവ് കൊടുത്തു. വിധാനങ്ങളിൽ അലങ്കാരങ്ങളിൽ സ്ഥാനം ലഭിക്കട്ടെ എന്ന്. ബ്രഹ്മാവും വിഷ്ണുവും ഭഗവാനെ സ്മരിച്ച് ഇടത്തും വലത്തും കൈകൂപ്പി നിന്നു. ഭഗവാനെ അലങ്കരിച്ച് ഉപചാരപൂജകൾ നടത്തി. ഭഗവാനെ സർവേശ്വരനായി കണ്ട് അനവധി അനർഘ വസ്തുക്കൾ അവർ ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ അവരുടെ പൂജകളിൽ സന്തുഷ്ടനായി. ഈ ദിവസം ശിവരാത്രി ദിനമായി ആചരിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് ഭഗവാൻ അവരെ അറിയിച്ചു. ശിവരാത്രി ദിവസം വ്രതമെടുത്ത് നല്ല മനസ്സോടെ യഥാശക്തി പൂജകൾ ചെയ്താൽ, ഭക്തിയോടുകൂടി 1 വർഷം തന്നെ പൂജിച്ചാൽ ഫലം കിട്ടുമെന്ന് ഭഗവാൻ അരുളി ചെയ്തു. ഞാൻ സ്തംഭരൂപത്തിൽ ആവിർഭവിച്ചത് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ്. അന്നേ ദിവസം ഉമയോടുകൂടി എന്നെ ദർശിച്ചാൽ തന്നെ പുണ്യമാണ്. അപ്പോൾ പിന്നെ പൂജിച്ചാലുള്ള ഫലം പറയണമോ? ഭഗവാൻ ചോദിച്ചു. ആദ്യന്തമില്ലാത്ത ആ അഗ്നിഗോളം ചെറുതായി അണുവായി. ഈ ലിംഗം ഉദ്ഭവിച്ച സ്ഥലമാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല, അരുണാചലം. അവിടെയാണ് ശിവതുല്യനായ രമണ മഹർഷി തൻ്റെ ആശ്രമം കെട്ടിപ്പടുത്തത്. രമണാശ്രമം പ്രസിദ്ധമാണ്. ഏതൊന്നിൻ്റെയും കർത്താവും ഭർത്താവും ഹർത്താവും ഞാൻ തന്നെ. നിങ്ങൾക്ക് എപ്പോൾ ദുഃഖം വരുന്നുവോ അപ്പോൾ എന്നെ സ്മരിക്കുക. സുഖഹേതു ഞാനുണ്ടാക്കാം എന്ന് ഭഗവാൻ വിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും പറഞ്ഞു. ശിവരാത്രിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മേൽപ്പറഞ്ഞത്.